أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا قل كونوا حجارة أو حديدا أو خلقا مما يكبر في صدوركم فسيقولون من يعيدنا قل الذي فطركم أول مرة فسينغضون إليك رؤوسهم ويقولون متى هو قل عسى أن يكون قريبا. സൂറത്തുൽ ഇസ്രാ 49, 50, 51 ആയത്തുകൾ. വഖാലു, അവർ ചോദിച്ചു, ഇദാ കുന്ന ഞങ്ങൾ ആയിത്തീർന്നാൽ ആണോ? ആന്നുള്ളത് ചോദ്യത്തിന് ഇദാ എന്ന് പറഞ്ഞാൽ ആൽ, ഇദാ ജാ നസ്റുല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ. ഇദാ കുന്ന ഞങ്ങളായിത്തീർന്നു, ഞങ്ങളായിത്തീർന്നാൽ ആണോ? എന്താണോ? എന്തായിത്തീർന്നാൽ? ഇളാമൻ അസ്ഥികൾ, അലമുൻ ജമ്മു ഇളാം എല്ലുകൾ. റുഫാത്തൻ, റുഫാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുരുമ്പ് എന്ന് പറഞ്ഞാൽ നശിച്ച് പൊടിപൊടിയായ അവസ്ഥ. അങ്ങനെ എല്ലും തുരുമ്പുമായി തീർന്നാൽ ആണോ? എന്താണോ? ഇന്നാ നിശ്ചയം ഞങ്ങളാണോ? അത് ചോദ്യം ആവർത്തിക്കാൻ വേണ്ടിയാണ്. ലമബ്ഊസൂന, ബഅസ ഉയർത്തെഴുന്നേറ്റു, മബ്ഊസ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. ഇന്നാ ലമബ്ഊസൂന ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ? ഖൽഖൻ ജദീദ ഒരു പുതിയ സൃഷ്ടിയായിട്ട്. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞേക്കുക, കൂനു നിങ്ങളായിത്തീരുവിൻ, ഹിജാറത്തൻ കല്ലുകൾ, ഔ ഹദീദ അല്ലെങ്കിൽ ഇരുമ്പ്, ഔ അല്ലെങ്കിൽ ഖൽഖൻ മറ്റൊരു സൃഷ്ടി, മിമ്മാ യക്ബുറു വലുതായ, ഫീ സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ. ഫസയഖൂലൂന അപ്പോൾ അവർ ചോദിക്കുക തന്നെ ചെയ്യും, മൻ യുഈദുന ആരാണ് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരിക? ഖുൽ നബിയെ പറഞ്ഞേക്കൂ, അല്ലദീ ഫതറക്കും നിങ്ങളെ സൃഷ്ടിച്ചവൻ തന്നെ, അവ്വല മറ ആദ്യ തവണ, ഫസയുൻഗിളൂന ഇലൈക അപ്പോൾ അവർ താങ്കളോട് തലയാട്ടും, താങ്കളോട് ആട്ടും, റൂസഹും അവരുടെ തലകൾ, ഫസയുൻഗിളൂന ഇലൈക അപ്പോൾ അവർ താങ്കളോട് തലയാട്ടും, വയഖൂലൂന എന്നിട്ട് ചോദിക്കും, മത്താഹുവ എപ്പോഴാണത് ഉണ്ടാവുക? ഖുൽ താങ്കൾ പറയുക, അസാ അൻ യകൂന ഖരീബ അത് അടുത്തു തന്നെ ഉണ്ടായേക്കാം. മുകളിലെ ആയത്തുകളിൽ തൗഹീദും റിസാലത്തുമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ അവര് പറയുന്നത് പോലെ തെറ്റായൊരു സങ്കല്പമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് ആകെ ഫസാദാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഖുർആനിൽ വിശദമായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആൻ
പക്ഷെ ആ ഖുർആനിനോട് അവർ സ്വീകരിക്കുന്ന നിലപാട് ഉള്ളിൽ അവർക്കത് വലിയ സംഗതിയായി തോന്നുന്നുണ്ടെങ്കിലും അവരുടെ അഹങ്കാരം നിമിത്തം അത് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഹൃദയത്തിന് മൂടിയിട്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ കാതിന് അടപ്പ് വീണ അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവരുടെ ഉള്ളിൽ ഇത് കേൾക്കാൻ മാത്രമുള്ള ആകർഷണം അതിന് തോന്നുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇനി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ദീൻ അംഗീകരിക്കാതിരിക്കാൻ ഏറ്റവും വലിയ ഉടക്ക് ആയിട്ട് അവർ കണ്ട പ്രശ്നമാണത് ആഖിറത്ത്. അതിനെയാണ് പൊതുവെ മക്കീ സൂറകളുടെ ഒരു പ്രത്യേകത, വ്യത്യസ്തമായ ശൈലിയിൽ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് അതിനെക്കുറിച്ചുള്ള ആളുകളുടെ പ്രതികരണങ്ങളും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളും അതൊക്കെ അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ ഇങ്ങനെ പല ശൈലിയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നതാണല്ലോ. അതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു വാദം ആദ്യം ഉന്നയിക്കുകയാണ്. വഖാലു ഇദാ കുന്ന ഇളാമൻ വറുഫാത്തൻ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ. ഞങ്ങൾ എല്ലും തുരുമ്പുമായാൽ പുതിയ ഒരു സൃഷ്ടി ഉണ്ടാകും എന്നാണോ പറയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. പലതവണ ധാരാളമായി മക്കയിലെ നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു കൊണ്ടിരുന്ന കാര്യമാണ്. സൂറത്തു യാസീനിൽ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം, ആരാണ് എല്ലുകളെ അത് തുരുമ്പായി കഴിഞ്ഞ ശേഷം ജീവിപ്പിക്കുക എന്ന് ചോദിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനവിടെ മറുപടിയും പറയുന്നുണ്ട്. ഖുൽ അൻശഅഹ അവ്വല മറ, ആദ്യം ആരാണോ ഉണ്ടാക്കിയത് അവൻ തന്നെ എന്ന്. നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന സാഹിത്യ സാംസ്കാരിക നായകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, ഖബർസ്ഥാനിൽ നിന്ന് കിട്ടിയ ഒരു എല്ല് കഷ്ണവുമായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് അതങ്ങ് ഊതിപ്പറപ്പിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ എല്ല് ഇനിയും സൃഷ്ടിക്കപ്പെടുമെന്നാണോ നീ പറയുന്നത്? അതിന് പറഞ്ഞ മറുപടിയാണ് ഖുൽ യുഹീയല്ലദീ അൻശഅഹ അവ്വല മറ. അക്കാലത്ത് നടന്ന അതുപോലുള്ള ചോദ്യങ്ങളെ തന്നെയാണ് ഈ ആയത്തും സൂചിപ്പിക്കുന്നത്. ഒരാളല്ല, ഒരിക്കൽ മാത്രമല്ല, പലതവണ പല ആളുകൾ ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്. അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, മനുഷ്യൻ മരിച്ച് മണ്ണോട് ചേർന്ന് ജീർണിച്ച് എന്നിട്ട് പിന്നെ വീണ്ടും പുതിയ മനുഷ്യനായിട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമോ, അതെങ്ങനെ സംഭവിക്കാനാണ് എന്ന ചോദ്യമാണ്. അതിന് അല്ലാഹു തആല പറയുന്ന മറുപടി, നബി അവരോട് തിരിച്ചു പറഞ്ഞേക്കുക, ഖുൽ കൂനു ഹിജാറത്തൻ ഔ ഹദീദ, നിങ്ങൾ എല്ലും തുരുമ്പുമല്ല കല്ലും ഇരുമ്പുമായിക്കൊള്ളൂ. അഥവാ എല്ലും ദ്രവിച്ച ജീർണിച്ച അവശിഷ്ടങ്ങൾ അതെങ്ങനെ പിന്നെ വീണ്ടും ഒരു മനുഷ്യനായി വരുന്നല്ലേ ചോദ്യം. അള്ളാന്റെ മറുചോദ്യം, അതിലും അപ്പുറമായിക്കൊള്ളൂ നിങ്ങൾ. എല്ലും തുരുമ്പുമല്ല, അത് ഇരുമ്പ് ആയി മാറിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ കരിമ്പാറ ആയിട്ട് മാറിക്കൊള്ളട്ടെ. ഔ ഖൽഖൻ മിമ്മാ യക്ബുറു ഫീ സുദൂരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിലും വലുതായി തോന്നുന്ന എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇരുമ്പിനേക്കാൾ കടുത്തത്, ഉറപ്പുള്ളത്, അല്ലെങ്കിൽ പാറയേക്കാൾ കടുത്ത ഇനി വേറെ വല്ല സാധനവും ആയിക്കൊള്ളട്ടെ. ഇളാമും റുഫാത്തുമല്ല, അതിന്റെ അപ്പുറം, അതിനേക്കാൾ അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അതിനേക്കാൾ തിരിച്ചുണ്ടാക്കൽ അസാധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും സൃഷ്ടിയായിക്കൊള്ളട്ടെ. അതിന്റെ ഒക്കെ ഒരു ശൈലി സംസാരത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ബാക്കി മുഴുവനും അവിടെ പറയുന്നില്ല. അഥവാ അവരിങ്ങനെ ചോദിക്കുന്നു, ഖുൽ കൂനു ഹിജാറത്തൻ ഹദീദ, പ്രത്യക്ഷത്തിൽ ഗദ്യത്തിൽ അത് ഇങ്ങോട്ട് എടുത്താൽ നിങ്ങൾ പാറയാകൂ, നിങ്ങൾ ഇരുമ്പാകൂ എന്നൊക്കെയാണ്. അല്ല, നിങ്ങൾ പാറയോ ഇരുമ്പോ ആയാലും അല്ലാഹു തആല പുനരുജ്ജീവിപ്പിക്കും എന്നാണ് ഉദ്ദേശ്യം.
ഔ ഖൽഖം മിമ്മാ യക്ബുറു ഫീ സുദൂരിക്കും, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുക അസാധ്യമായിട്ട് നിങ്ങൾക്ക് അതിലും വലുതായി തോന്നുന്ന വേറെ വല്ലതുമായാലും അല്ലാഹു തആല പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞ. അതിൽ മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് പിൽക്കാലത്ത് ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ, ശാസ്ത്രീയ പഠനങ്ങൾ നടക്കുമ്പോൾ മനസ്സിലാകുന്ന, അഥവാ മനുഷ്യൻ മണ്ണിൽ ദ്രവിച്ച് കിടക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവന്റെ ശരീരത്തിലെ ധാതു ലവണങ്ങൾ, മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് കുറെ ഇരുമ്പ്, ഒരുപാട് വെള്ളം, പിന്നെ കുറച്ച് ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, ഗന്ധകം, പിന്നെ ഇങ്ങനെ ചെമ്പ്, സ്വർണം, വെള്ളി, അതുപോലെ മഗ്നീഷ്യം, സിങ്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ കുറവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കേണ്ടി വരുന്ന ഗുളിക, മരുന്നുകൾ തന്നെ കാൽസ്യം ഗുളിക, അയൺ ഗുളിക, അതുപോലെ പിന്നെ മഗ്നീഷ്യവും സിങ്കും ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ മഗ്നീഷ്യവും സിങ്കും വർദ്ധിപ്പിക്കുന്ന ഗുളികകൾ, മരുന്നുകൾ, ഇതൊക്കെയാണല്ലോ കഴിക്കാറുള്ളത്. നമ്മുടെ പല്ല് അത് കാൽസ്യമാണ്, എല്ല് കാൽസ്യമാണ്. കാൽസ്യം എന്ന് പറഞ്ഞാൽ ഈ മാർബിള്, അത് അതിൻ്റെ ഒരു രൂപമാണ്, കാൽസ്യം കാർബണേറ്റ്. അതുപോലെ തന്നെ ഈ പിന്നെ കക്കയുടെ തോട് പൊടിച്ചിട്ടാണ് പലപ്പോഴും കാൽസ്യം ഗുളിക ഉണ്ടാക്കുന്നത് തന്നെ. ഈ വക സാധനങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ അംശങ്ങളും. സ്വാഭാവികമായിട്ടും അത് മണ്ണിൽ മനുഷ്യൻ ദ്രവിച്ച് മരിച്ച് മണ്ണിൽ അടക്കിക്കഴിഞ്ഞാൽ മണ്ണിൽ ചേരുക മാത്രമല്ല ചെയ്യുക, ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മണ്ണിലേക്ക് ചേർന്ന ഇരുമ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചെടി വലിച്ചെടുത്ത് അതിന്റെ ഭാഗമാക്കി മാറ്റും. അതുപോലെയുള്ള പദാർത്ഥങ്ങൾ അത് അതിന്റെ ഭാഗമായിട്ട് മാറുകയും അങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ അതിലും അപ്പുറത്തേക്ക് ലയിച്ചു ചേരും. അതുപോലെ വല്ല ഇരുമ്പയിരും ഉള്ളയിടത്താണ് ഇയാൾ മരിച്ചു വീണതെങ്കിൽ അതിനോട് ചേർന്ന് അത് ആ ഇരുമ്പ് കട്ടയുടെ ഭാഗമായിട്ട് മാറിപ്പോകും. പെട്രോളിയം, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇന്ധനം, അത് മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ ചത്തടിഞ്ഞ് എത്രയോ കാലം ഈ ഭൂമിയിൽ കിടന്ന് രാസമാറ്റം വന്നതിന്റെ ഭാഗമാണ്, അവശിഷ്ടമാണ്, അതിന്റെ ബാക്കിയാണ്. അങ്ങനെ ഉണ്ടായിത്തീർന്നതാണ് അത് എന്നർത്ഥം. അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വീണ്ടും സൃഷ്ടിക്കും. അല്ലാതെ മണ്ണിൽ ചേരുക മാത്രമല്ല, വേറെ വസ്തുക്കളുടെ ഭാഗമായിട്ട് അത് മാറിയാൽ പോലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങളത് ആയിക്കൊള്ളൂ എന്ന് പറയുന്നത്. നിങ്ങൾ കല്ലോ ഇരുമ്പോ അതിലും വലിയ എന്തെങ്കിലുമോ ആയിക്കൊള്ളൂ, അതൊന്നും അള്ളാഹുവിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, അവൻ തിരിച്ചുണ്ടാക്കും. ഫസയഖൂലൂന മൻ യുഈദുന, അവര് ചോദിക്കും, ആരാണ് ഈ പണി ചെയ്യുന്നത്, ആർക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെ എന്നൊക്കെ വലിയ അസാധ്യമായ കാര്യമായിട്ട് ചോദിക്കുന്നത് കേട്ടാൽ തോന്നും ബാക്കിയുള്ളതൊക്കെ അവരാണ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ മറുപടിയും അങ്ങനെയാണ്. ഖുലില്ലദീ ഫതറക്കും അവ്വല മറ, ആദ്യം നിങ്ങളെ ആരാണോ ഉണ്ടാക്കിയത്? മനുഷ്യൻ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. പിന്നീട് സകലമാന പദാർത്ഥങ്ങളും അവന്റെ ശരീരത്തോട് പല വഴിയിലൂടെ ചേർക്കപ്പെട്ടതാണ്. പാലിലൂടെ, പിന്നീട് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ അവന്റെ ശരീരത്തോട് ചേർക്കപ്പെട്ട് ആണ് മനുഷ്യനെ മനുഷ്യനാക്കി എടുക്കുന്നത്. അതില് എല്ല് വളരാൻ ഏറ്റവും ആവശ്യമായ സാധനം കാൽസ്യമാണ്. അതുകൊണ്ടാണ് ഗർഭകാലത്ത് കാൽസ്യം ഗുളിക കൊടുക്കുന്നതും കാൽസ്യം അടങ്ങിയ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. ഇങ്ങനെ മാതാവ് കഴിച്ച ഏതോ ചെടിയുടെ, ഏതോ മീനിന്റെ, ഏതോ എല്ലിന്റെ അതിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം മാതാവിന്റെ ശരീരത്തിലൂടെ മനുഷ്യന്റെ ഈ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുണ്ടായ ഭ്രൂണത്തിലേക്ക് കൊണ്ടുചെന്ന് ചേർത്ത് ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നു. അത് അറിഞ്ഞാൽ രണ്ടാമത് ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതവുമല്ല, അതിലേറെ അത്ഭുതമാണ് മനുഷ്യന്റെ ഒന്നാമത്തെ ഉണ്ടാവൽ. അതാണ് പറയുന്നത് ഖുലില്ലദീ ഫതറക്കും അവ്വല മറ. യാസീനിൽ പറഞ്ഞതും അത് തന്നെയാണ്, ഖുൽ യുഹ്യിയല്ലദീ അൻശാഹ അവ്വല മറ. ആദ്യം ആരാണോ അവനെ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയത്, കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയത് ആരാണോ അവൻ തന്നെ ആ പണി ഇനിയും ചെയ്യും. ആളുകളുടെ ധാരണ ഈ ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭമുണ്ടായി വയറ്റിൽ കുഞ്ഞു വളർന്ന്
പ്രസവിക്കും. അങ്ങനെ മാത്രമേ മനുഷ്യനുണ്ടാകൂ എന്നാണ്. എന്നാൽ ആദ്യത്തെ മനുഷ്യനെ ആര് പ്രസവിച്ചതാണ്? ആദം അലൈഹി ഇസ്ലാമിനെ. ഇതിലൊന്നുമല്ലാതെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നേരിട്ടുണ്ടാക്കിയെടുത്തതാണ്. അതാകാം അവ്വല മറ, ആദ്യത്തെ തവണ ആരാണ് ഉണ്ടാക്കിയത് അവൻ തന്നെ എന്ന് പറയുന്നതിന്റെ സൂചന. ഇത് പറയുമ്പോ പിന്നെ ഒന്നും പറയാനില്ല, തിരിച്ചൊന്നും. അപ്പൊ അവര് ഒരു പരിഹാസഭാവത്തിൽ, ഒരു പുച്ഛഭാവത്തിൽ തലയാട്ടുക. നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ, നടക്കൂല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഒരാൾ വലിയ കാര്യത്തിൽ പറഞ്ഞ എന്ന് പറഞ്ഞിട്ടൊരാട്ടലുണ്ടല്ലോ തല. അതിനാണ് നഗള എന്ന് പറയാ. ഫസയുഗലൂന ഇലൈക റൂസൂം, താങ്കൾ അവരോട് അവർ താങ്കളോട് ഇങ്ങനെ പുച്ഛഭാവത്തിൽ തലയാട്ടും. എന്നിട്ട് അവർ ചോദിക്കുമ്പോ യഖൂലൂന മത്താഹുവ, എപ്പോഴാണിപ്പത്, അടുത്തെങ്കിലും എന്നെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ കാണായിരുന്നു എന്നുള്ള ഒരു പരിഹാസത്തോടു കൂടിയാണ് ചോദ്യം. കാരണം അടുത്തൊന്നും ഇത് ഉണ്ടാകാൻ പോകുന്നില്ല, ഇതൊക്കെ വെറുതെ പറയുകയാണ് എന്നൊരു ഭാവത്തിലാണ് ആ ചോദ്യം. അതിനുള്ള മറുപടി അള്ളാഹു പറയുകയാണ്, ഖുൽ അസാ അൻ യകൂന ഖരീബ, നബിയെ പറഞ്ഞേക്കൂ അത് വളരെ അടുത്തു തന്നെ ഉണ്ടായേക്കാം. യറൗനഹു ബഈദ വനറാഹു ഖരീബ, അവർ അതിനെ വിദൂരത്തിൽ കാണുന്നു, നാം അതിനെ അടുത്ത് കാണുന്നു. ഇങ്ങനെയൊക്കെ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞത് കാണാൻ കഴിയും. സൂറത്ത് മുഹമ്മദിൽ കാണാം, ഫഹൽ യൻദുറൂന ഇല്ലാ അന്ന സഅത തഅതിഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാത്തുഹ ഫഅന്നാ ലഹും ഇദാ ജാഅത്തുഹും ദിക്റ. അവര് ഖിയാമത്ത് പെട്ടെന്ന് വരുന്നതല്ലാതെ വേറെ വല്ലതും കാത്തിരിക്കുന്നുണ്ടോ? ഫഖദ് ജാഅ അശ്റാത്തുഹ, അതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഷർത്തുകൾ, അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. പല ഖിയാമത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ. അഥവാ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആദ്യം മുതൽ തുടങ്ങിയ നബിമാരുടെ, റസൂലുമാരുടെ നിയോഗം ഇനി അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇതാ അവസാനത്തെ റസൂല് വന്നു കഴിഞ്ഞു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖിയാമത്ത് നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ലോകം അവസാനിക്കാൻ പോകുകയാണ്, ഇനിയൊരു നബിയില്ല, ഇനിയൊരു പുതിയ ജനത വരാനില്ല, ഇനിയൊരു പുതിയ കിതാബ് ഇറങ്ങാനില്ല, അവസാനം വന്നു കഴിഞ്ഞു. അതിനെയാണോ ഇവര് കുറെ കാലം കഴിഞ്ഞിട്ട് ആണോ എന്ന് ചോദിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെയും ഈ ചോദ്യം. അസാ അൻ യകൂന ഖരീബ, അടുത്ത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരല് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും, അന വസഅതുക ഹാത്തൈനി, ഞാനും ഖിയാമത്ത് നാളും ഇങ്ങനെയാണ് എന്ന്. ഇങ്ങനെ അടുത്ത് തന്നെ ഉണ്ടാകാം, ഒരുപാട് കാത്തിരിക്കേണ്ടി വരികയില്ല എന്നാണ്. അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. രണ്ട് നിലക്ക് ആ സാധ്യതയുണ്ടല്ലോ. ഒന്ന്, ലോകത്തിന്റെ അവസാനം എപ്പോഴാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. രണ്ട്, ഈ ചോദിക്കുന്ന ആളുകളുടെ മരണം അത് വളരെ പെട്ടെന്ന് സംഭവിക്കാം. എന്നിട്ട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം ആയിരക്കണക്കിന് കൊല്ലങ്ങൾ. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ച ഈ മറുപടി കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള നിഷേധികൾ, അവര് 1400 കൊല്ലത്തോളമായി ഖബറിൽ കിടക്കുകയാണ്. അതിന്റെ മുമ്പ് ഇതേ ചോദ്യം നബിമാരോട് ചോദിച്ച ഒരുപാട് നിഷേധികളുണ്ട്. അവര് അതിനേക്കാളും ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഖബറിൽ കിടക്കുകയാണ്. പക്ഷേ ഖിയാമത്ത് നാളിന്റെ അന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കുറെ കാലമായല്ലോ ഇത് കാത്തു കിടക്കുന്നു എന്ന ചിന്തയല്ല അവർക്കുണ്ടാക്കുക. പകരം ലം യൽബസു കന്നഹും ലം യൽബസു ഇല്ല അശിയത്തൻ ഔ ദുഹാഹ, ഒരു രാവോ പകലോ താമസിച്ചു, ഒരു രാവോ പകലോ കഴിഞ്ഞുപോയി എന്നതുപോലെ മാത്രമേ അവർക്ക് യഥാർത്ഥത്തിൽ തോന്നുകയുള്ളൂ. ഇതാണ് അടുത്ത് തന്നെ ഉണ്ടാകാം എന്ന് പറഞ്ഞതിന്റെ എന്ന് പറഞ്ഞാൽ കാലം ഒരുപക്ഷെ ഇനിയും കുറെ കാലം ഉണ്ടാകാം, അറിഞ്ഞുകൂടാ. റസൂലുള്ളാഹിക്ക് പോലും അറിയില്ല. സലൂനക സാഅത്തി അയ്യാന മുർസാഹ ഖുൽ ഫീമ അൻത മിൻ ദിക്റാഹ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ വന്നിറങ്ങുക എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. അത് അറിയുന്ന ആളല്ല താങ്കൾ എന്ന് പറഞ്ഞേക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ എപ്പോഴാണെന്ന് അറിയില്ല, ചിലപ്പോൾ അടുത്തന്നെ ഉണ്ടാകാം. ഈ അടുത്തന്നെ ഉണ്ടാകുന്നത് ഖിയാമത്ത് നാളുമാകാം, ഈ ചോദിക്കുന്നവന്റെ മരണമാകാം. രണ്ടായാലും ശരി,
ഖിയാമത്ത് സംഭവിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നത് ഇത് വളരെ പെട്ടെന്ന് വന്നല്ലോ എന്ന് തന്നെയാണ്. അല്ലാതെ ഞാൻ ഒരുപാട് നൂറ്റാണ്ടുകൾ കബറിൽ കിടന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും എഴുന്നേറ്റ് വരികയില്ല. അങ്ങനെയാണ് മനുഷ്യൻ അത് ഫീൽ ചെയ്യുക. സംഭവിക്കുന്നത് എങ്ങനെയാണെങ്കിലും അനുഭവിക്കുന്നത് വളരെ പെട്ടെന്ന് സംഭവിച്ചതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് രണ്ടു നിലക്കും ഖരീബാണ് എന്ന് പറയുന്നത്. അസ അൻ യകൂന ഖരീബ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിനെ കുറിച്ച് നല്ല ബോധമുള്ളവരായി ജീവിക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.